മൊബൈൽ ഫോൺ സുരക്ഷയ്ക്കെന്ന പേരിൽ നിർദ്ദേശിച്ച സഞ്ചാർ സാഥി ആപ്പിൽ നിന്ന് പിന്മാറി കേന്ദ്ര സർക്കാർ. ആപ്പ് നിർബന്ധമാക്കിയ ഉത്തരവ് ടെലികോം മന്ത്രാലയം പിൻവലിച്ചു. ആപ്പ് റീ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, സഞ്ചാർ സാഥി ആപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. പല ടെക് കമ്പനികൾ പോലും അതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു, ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ. ഇപ്പോൾ എന്താണ് ഈ തീരുമാനത്തും പിന്നോട്ട് പോകാൻ സർക്കാരിന് പ്രേരകമായത്? തീർച്ചയായും പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ നിരവധി ആശങ്കകളൊക്കെ ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം ആപ്പിളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലേക്കൊരു ആപ്പ് അത് മൊബൈൽ ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്വകാര്യതയിലേക്കുള്ള ഉപഭോക്താക്കളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നുള്ള തരത്തിൽ വലിയ പ്രതിഷേധങ്ങളടക്കം എത്തിയിട്ടുണ്ടായിരുന്നു ആ വിഷയം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്നൊരു ഉത്തരവിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ഉള്ള എല്ലാ മൊബൈൽ ഫോണുകളിലും ഈ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതൊരു സൈബർ സുരക്ഷയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഈ സഞ്ചാർ സാഥി ആപ്പ് മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്നും കേന്ദ്ര സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്നലെ ഈ ആപ്പ് ഉപഭോക്താക്കൾക്ക് ആവശ്യമെങ്കിൽ അതവർക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അതിന്റെ ക്രമീകരണം എന്നൊക്കെ ഇന്നലെ പിന്നീട് കേന്ദ്രം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉപഭോക്താക്കളുടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെയുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് എന്നും പെഗാസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട് എന്നും ഒക്കെ ഇന്നലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രം കേന്ദ്രത്തിന്റെ ഒരു യൂട്ടാണെന്ന് കൂടി നമുക്ക് ഇക്കാര്യത്തെ വിശേഷിപ്പിക്കാം. ഇത്തരത്തിലേക്കൊരു നിലപാടിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉത്തരവ് പിൻവലിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാർ തന്നെ കമ്പനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സഞ്ചാർ സാഥി ആപ്പിന് വലിയ ജനസ്വീകാര്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രീ ഇൻസ്റ്റാൾ നിർബന്ധമാക്കാതെ തന്നെ ആളുകൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ വിശദീകരണം. പ്രജി, അതാണ് വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത്. സഞ്ചാർ സാഥി ആപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. എന്തായാലും പെഗസസ് പോലെ ഈ പറയുന്നത് പോലെ ഇന്ത്യയിലെ പൗരന്മാരുടെ എല്ലാ വിവരങ്ങളും ചോർത്തിയെടുക്കാനുള്ള നീക്കമാണിത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ പിന്നോട്ട് പോക്ക്. ആ ഉത്തരവ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.